ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് RS കുർമിയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് കോമ്പോസിഷൻ ആൻഡ് റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒന്നും രണ്ടും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാം. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ റിസൊല്യൂഷനും കോമ്പോസിഷനൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ടു ഫോഴ്സസ് 100 Newton and 150 Newton are acting simultaneously at a point. What is the resultant of these two forces if angle between them is 45 degree? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ട് ഫോഴ്സസ് ഉണ്ട്, ഒന്ന് 100 Newton, ഒന്ന് 150 Newton. അപ്പോൾ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ്, ദെൻ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ്. ഇപ്പോൾ റിസൾട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 45 ഡിഗ്രി. ഇപ്പോൾ അവരുടെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ വരുന്നത് 45 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് വെക്ടേഴ്സ് ഒന്നും തന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ലോ യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാരലലോഗ്രാം ലോ യൂസ് ചെയ്യാം. അപ്പോൾ പാരലലോഗ്രാം ലോ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡായിട്ട് എന്ത് ചെയ്യുക, തന്നിട്ടുള്ള ഫോഴ്സസിനെ എടുക്കുക, ദെൻ അവരുടെ ഇൻ ബിറ്റ്വീൻ ആംഗിളായിട്ട് തന്നിട്ടുള്ള ആംഗിൾ എടുക്കുക, ദെൻ അവരുടെ ഡയഗണലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് F1 F2 എന്ന് എന്ത് ചെയ്യാം, പേര് കൊടുക്കുക. അല്ലെങ്കിൽ ഈ 100 Newton 150 Newton എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സൈഡ്സ് ആയിട്ട് കൊടുക്കാം. സോ അപ്പോൾ രണ്ടും എന്താണ്, ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ, റിസൾട്ടൻ്റ് R is equal to root of F1 square plus F2 square F2 square plus 2 cos theta into F1 F2. ഇനി ഒരു ഫിഗർ ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം, 2 F1 F2 cos theta. അപ്പോൾ നമ്മളിത് AB ഫോമിൽ ജസ്റ്റ് AB എന്ന് എടുത്താലും മതി. ഇപ്പോൾ A² + B² + 2AB cos theta അങ്ങനെ പറഞ്ഞാലും മതി. എന്താണ്, ടോട്ടലും റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ അപ്പോൾ ഇതിൽ വാല്യൂസ് നമുക്ക് കൊടുക്കാം. സോ 100 square plus 150 square plus 2 into 150 into 100 into cos 45. സോ ഇനി ഇതിൻ്റെ വാല്യൂ നോക്കാം നമുക്ക്. സോ അപ്പോൾ വാല്യൂ വരുമ്പോൾ ഫസ്റ്റ് 100 square plus 150 square plus 2 into 100 into 150 into cos 45. ആൻസർ വരുന്നത് 219.6808 എന്നാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിയിൽ ചെയ്യുമ്പോൾ വരുന്നത് 231.76109 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 232 Newton എന്നെടുക്കാം. ഇതാണ് എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ നേരത്തെ റേഡിയനിലായിരുന്നു കാൽക്കുലേറ്റർ, സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻസറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ടു ഫോഴ്സസ് ആക്ട് അറ്റ് ആൻ ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ രണ്ട് ഫോഴ്സസ് എന്താണ്, 120 ഡിഗ്രി ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ദ ബിഗർ ഫോഴ്സ് ഈസ് 40 Newton. സോ ഇപ്പോൾ ഒരു ഫോഴ്സ്, ഇപ്പോൾ ഞാനതിനെ F1 എന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ഫോഴ്സ് എന്താണ്, 40 Newton ആണ്. ആൻഡ് റിസൾട്ടൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു സ്മോളർ വൺ. അപ്പോൾ ഇതാണ് ബിഗർ ഫോഴ്സ്. അപ്പോൾ സ്മോളർ ഫോഴ്സുമായിട്ട് റിസൾട്ടൻ്റ് മേക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആൽഫ8 എടുക്കാം, ഇതിനെ നമ്മൾ θ8 എടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ അതാണ് ബിഗർ ഫോഴ്സ് F1, ഇത് 40 Newton, ദെൻ 120 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യാം,
ഇപ്പോൾ ഇവിടുന്ന് ഒരു 90, ദെൻ പിന്നെ ഒരു 30 ഡിഗ്രി. ഇതായിരിക്കും F2 വരുന്നത്. ദെൻ ഇനി പറഞ്ഞിട്ടുള്ളത് റിസൾട്ടൻറ്റുമായിട്ട് എന്ത് ചെയ്യണം, 90 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്മോളർ ഫോഴ്സും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ അപ്പോൾ ആകെ 120 ആണ്, ഇതിപ്പോൾ 90 ആവും. ദെൻ അപ്പോൾ ഇത് എത്രയായിരിക്കും, ഇത് 30 ഡിഗ്രി, ടോട്ടൽ 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് അറിയില്ല, F2 അറിയില്ല. സോ നമുക്കപ്പോൾ റിസൾട്ടൻ്റ് അല്ല കാണേണ്ടത്, ദെൻ റിസൾട്ടൻ്റ് അറിയില്ല. സോ നമുക്കപ്പോൾ ഈ ഒരു റിസൾട്ടൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്തായിരിക്കും, ഒറ്റ ഇക്വേഷനും 2 അൺനോൺസ് ഉണ്ട്. ഓക്കെ, ഇതൊരു അൺനോൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടാൻ ആൽഫയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു F2 സൈൻ തീറ്റ ബൈ F1 പ്ലസ് F2 കോസ് തീറ്റ. സോ അപ്പോൾ നമുക്ക് ആൽഫ അറിയാം, തീറ്റ അറിയാം. പിന്നെ ഇവിടെ അൺനോൺ എന്ന് പറയുമ്പോൾ F2 തന്നെയാണ് വരുന്നത്. അതായത് ഒറ്റ അൺനോണേ വരുന്നുള്ളൂ, F2 എന്ന് പറയുന്ന ഒറ്റ അൺനോൺ. F2 മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ടാൻ, സോ നമുക്ക് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൽഫ കൊടുക്കുന്നത്. ഈ ആംഗിൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാനിതിന് ബീറ്റാന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ ആൽഫ എടുക്കാം. 30 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു ഇപ്പോൾ സൈൻ തീറ്റ സൈൻ 120, അടുത്തത് F1 എന്ന് പറയുമ്പോൾ 40 ന്യൂട്ടൺ പ്ലസ് F2 ഇൻറ്റു കോസ് 120. സോ ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1030 എത്ര നോക്കാം. 1030 0.577 ആണ് വരുന്നത്. ദെൻ ഇസ് ഈക്വൽ ടു ഇപ്പോൾ F2 അറിയില്ല. ദെൻ ഇപ്പോൾ സൈൻ 120 0.866 ആണ് വരുന്നത്. 866. ദെൻ divide by 40 cos 120 minus 0.5 ആണ് വരുന്നത്. 0.5 into F2. ഇപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു F2 കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40 minus 0.5 F2 is equal to F2 into 0.866 divided by 0.577. സോ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, 0.866 by 0.577 1.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് F2 ഇൻറ്റു 1.5, ദെൻ ഇവിടെ എന്തുണ്ട്, 40 is equal to 0.5, 40 minus 0.5 into F2 എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എത്രയാവും, ഇവിടെ 0.5 ആണ്, ഇവിടെ 1.5 ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, 2 into F2 എന്ന് എഴുതാം. സോ ഇപ്പോൾ 2 F2 is equal to 40 ന്യൂട്ടൺ എന്ന് കിട്ടിയിട്ടുണ്ട്. അത് F2 is equal to 40/2. അപ്പോൾ എത്ര വരും, 20 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ 20 ന്യൂട്ടൺ ഫോഴ്സാണ് F2 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 forces such that if they act at right angles their resultant is √10 Newton, but if they act at 60 degree their resultant is √13 Newton. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, F1 F2 രണ്ട് ഫോഴ്സസ് ഉണ്ട്. സോ ഇപ്പോൾ അവർ ഇപ്പോൾ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ റിസൾട്ടൻ്റ് വരുന്നത്, √10 ന്യൂട്ടൺ ആണ്. ദെൻ അവർ 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് വരുന്നത് √13 ന്യൂട്ടനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് റിസൾട്ടൻ്റ് അതിനെ നമുക്ക് R1 എന്ന് എടുക്കാം, ഈസ് ഈക്വൽ ടു F1 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു F1² + F2² മാത്രം മതി. കാരണം ഇപ്പോൾ cos 90 എത്രയാണ് വരിക, അത് 0 ആയി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് √F1² + F2² മാത്രം കണ്ടാൽ മതി. നമുക്കിവിടെ √F1² + F2². സോ ഇപ്പോൾ ഇതിൽ F1² എന്ന് പറഞ്ഞാൽ അതായത് F1 അറിയില്ല, F2 അറിയില്ല, അൺനോൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് അങ്ങോട്ട് ഒഴിവാക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇതാരാണ് R1 എന്ന് പറഞ്ഞാൽ √10 ആണ് വരുന്നത്. ഞാൻ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് √10. സോ അതിൻ്റെ സ്ക്വയർ എടുക്കുക, ഇത് ചെയ്യുക, ക്യാൻസലായി പോകും സ്ക്വയർ. നമുക്ക് എന്ത് വരും, F1² + F2² ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ വേണം. അപ്പോൾ ഞാൻ ആ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ എഴുതി വെക്കുകയാണ്. F1² + F2² ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ദെൻ ഇത് ഇക്വേഷൻ 1 എന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് അടുത്തത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡയറക്റ്റ് സ്ക്വയർ കൊടുക്കാം. അതായത് ഇപ്പോൾ R2² ഈക്വൽ ടു √F1² + F2² + 2F1 F2 cos θ. എന്ത് ചെയ്യുക, ഇവിടെ സ്ക്വയർ എടുക്കുക. ആദ്യം ഈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഇത് R എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് √13 ആണ്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് 13 ഈസ് ഈക്വൽ ടു ഇപ്പോൾ റൂട്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. ഇനി F1² + F2² + 2 ഇൻറ്റു F1 ഇൻറ്റു F2 ഇൻറ്റു നമുക്ക് കോസ് എത്രയാണ് തന്നിട്ടുള്ളത്, cos 60. ഓക്കെ, cos 60. അപ്പോൾ cos 60യുടെ വാല്യൂ നോക്കാം. അപ്പോൾ 1/2 ആണ് വരുന്നത്. അപ്പോൾ cos 60ക്ക് എന്ത് ചെയ്യുക, 1/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ 2F1 F2 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് 13 ഈസ് ഈക്വൽ ടു F1² + F2² + F1 ഇൻറ്റു F2. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. സോ അപ്പോൾ ഇതിൽ F1² + F2² എന്താണ്, ഇക്വേഷൻ 1ലേക്ക് നോക്കുക, 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 13 ഈസ് ഈക്വൽ ടു 10 + F1 F2. അപ്പോൾ എന്ത് വരും, നമുക്ക് 13 - 10 ഈസ് ഈക്വൽ ടു F1 F2 എന്ന് വരും. എത്രയാണ്, F1 ഇൻറ്റു F2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്, രണ്ട് ലീനിയർ ഇക്വേഷൻസ് അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, രണ്ട് ഇക്വേഷൻ വെച്ച് രണ്ട് അൺനോൺസിനെ കണ്ടുപിടിക്കാൻ. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പവർ 2 ആണ് വരുന്നത്. നമ്മൾ ഈ ഒരു F1ൻ്റെ അല്ലെങ്കിൽ F2ൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, 3/F2 അല്ലെങ്കിൽ 3/F1 എന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ഉപയോഗിക്കും, ഈ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഡിഗ്രിയാണ്, ഇതിലും കൂടുതലായിട്ട് പറ്റും, ഒരു 4th പവറൊക്കെ വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ F1 + F2² F1 - F2² കാണാം. നമുക്ക് ഫസ്റ്റ് F1 + F2² കാണാം. അതെന്ത് വരും, A² + B² + 2AB വരും. അപ്പോൾ F1² + F2² + 2F1 F2. സോ അപ്പോൾ F1 ഇൻറ്റു F2 എന്ന് പറയുമ്പോൾ എന്താണ്, 3 ആണ്. ഓക്കെ, എന്ത് ചെയ്യുക, ഇവിടെ 2 ഇൻറ്റു 3 + F1² + F2² എന്താണ്, 10 ആണ്. അപ്പോൾ നമുക്കെന്ത് വരും, 10 + 2 ഇൻറ്റു 3 6, അപ്പോൾ 16 വരും. സോ ഇപ്പോൾ F1 + F2² ആണ് 16. സോ ഇപ്പോൾ F1 + F2 എന്ന് പറയുമ്പോൾ എന്ത് വരും, √16 എത്രയാണ്, 4 വരും. ഇനി അടുത്ത ഇതൊരു റിലേഷൻ. ഇനി അടുത്തത് F1 - F2². അപ്പോൾ എന്ത് വരും, F1² -
2f1 f2 പ്ലസ് f2 സ്ക്വയർ. f1 പ്ലസ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ എന്താണ്? 10 ആണ്. മൈനസ് 2 ഇൻറ്റു f1 ഇൻറ്റു f2 എത്രയാണ്? 3 ആണ്. അപ്പോൾ എന്ത് വരും? 10 മൈനസ് 6 4 എന്ന് വരും. അപ്പോൾ f1 മൈനസ് f2 ദ ഹോൾ സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. സോ ഇപ്പോൾ f1 മൈനസ് f2 എന്ത് വരും? √4. അപ്പോൾ 2 വരും. സോ ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. f1 മൈനസ് f2 ഈസ് ഈക്വൽ ടു 2 എന്നും f1 പ്ലസ് f2 ഈസ് ഈക്വൽ ടു 4 എന്നും. എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇതിൽ ഇക്വേഷൻ എടുക്കാം. സോ ഇപ്പോൾ ഇതിൽ 1 മൈനസ് 1 2. ദെൻ സെക്കൻഡ് ഇക്വേഷൻ 1 1 4. നമുക്ക് f1 ഈക്വൽ ടു 3 ന്യൂട്ടൺ എന്നും ദെൻ f2 ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ എന്നും കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. അടുത്തൊരു സെക്ഷൻ റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫോഴ്സ് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുക. കോമ്പണൻറ്റ് ഫോഴ്സസിൻ്റെ സം എന്ത് ചെയ്യുക? ആൾജിബ്രായിക് സം ഇക്വേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എ മെഷീൻ കമ്പോണൻറ്റ് 1.45 മീറ്റർ ലോങ് വെയ്സ് 1000 ന്യൂട്ടൺ ഈസ് സപ്പോർട്ടഡ് ബൈ 2 റോപ്സ് AB ആൻഡ് CD. നമുക്കൊരു ഫിഗറാണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ടെൻഷൻസ് T1 ആൻഡ് T2 ഇൻ ദ റോപ്സ് AB ആൻഡ് CD. അപ്പോൾ നമുക്ക് ഒരു മെഷീൻ കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ ആണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത്. ദെൻ ഇതിലെ വെയിറ്റ് വരുന്നത് 1000 ന്യൂട്ടൺ ആണ്. ദെൻ ഇത് ഒരു റോപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ റോപ്പ് 2 റോപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ പേര് CD എന്നാണ്. ദെൻ ഇത് ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. ദെൻ ഇതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് ഔട്ട്വേർഡ് ആണ്. ദെൻ ഇതിൻ്റെ ഡയറക്ഷനും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. T1 ഇത് T2. സോ അപ്പോൾ ഇതിൻ്റെ പേര് AB എന്നാണ്. സോ അപ്പോൾ ഇത് ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇവിടെയാണ് T1 ടെൻഷൻ. സോ അപ്പോൾ ഇതാണ് ഒരു ഫിഗർ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണേണ്ടത് T1 കാണണം, T2 കാണണം. നമുക്ക് വേറെ കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു 1000 ന്യൂട്ടൺ എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, അതായത് ഇതിനെന്ത് ചെയ്യുക? കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു XY ആക്സിസ് വരക്കുക. സോ ഇപ്പോൾ ഇത് X ആക്സിസ് ആണ്. ദെൻ ഇത് Y ആക്സിസ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ സോ അപ്പോൾ 1000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ T1 ടെൻഷൻ, സോറി ഞാൻ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് കുറച്ച് വലുതാക്കി വരക്കാം. ഇപ്പോൾ ഇതിൽ 1000 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ആണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ 1000 ന്യൂട്ടൺ. അടുത്തത് നമ്മുടെ T1 എന്തായിരിക്കും? അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നാണ് ആക്സിസിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് XY എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇതിനെ ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഇതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരുമ്പോൾ T1 കോസ് തീറ്റ. ഓക്കെ. എത്രയാണ്? 45 ഡിഗ്രി. T1 കോസ് 45. ദെൻ ഇതാണ് നമ്മുടെ ഇത് T2 ആണ്. സോ നമുക്ക് T2 എന്ന് കൊടുക്കുക. T1 ഈ ഡയറക്ഷനിലാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരുന്നത് എന്താണ്? T1, ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ T1 കോസ് 60. ഇനി ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? T2 സൈൻ 45, അല്ലെങ്കിൽ T2 സൈൻ തീറ്റ. ദെൻ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? അത് T1 സൈൻ 60. ഇപ്പോൾ എന്താണ്? ഹൊറിസോണ്ടൽ ഫോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ. ഒന്ന് ഈ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നത്.
അത് നമുക്ക് T2 sin 45 ഈക്വൽ ടു T1 സൈൻ അല്ല, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് 0 ആയിരിക്കും. സോ അപ്പോൾ T1 ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് T2 സൈൻ അല്ല cos 45 then മൈനസ് T1 cos 60 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ചെയ്യാം, T1 ഈസ് ഈക്വൽ ടു T2 cos 45 ഈസ് ഈക്വൽ ടു എന്ത് വരും, T1 cos 60. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് ജസ്റ്റ് കാണാം. അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. എഗെയിൻ സം ഓഫ് ദി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈക്വൽ ടു 0. സോ ഇപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, T1 ഇൻറ്റു സൈൻ 60 പ്ലസ് T2 സൈൻ 45 മൈനസ് 1000 ഈക്വൽ ടു 0. ഓക്കെ, ഇത് രണ്ടും അപ്വേർഡ് ഡയറക്ഷനാണ്, 1000 ഡൗൺവേർഡ് ഡയറക്ഷനാണ്, അതുകൊണ്ട് മൈനസ് സൈൻ. എന്ത് ചെയ്യുക, 1000നെ ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. ഇതിൽ സൈൻ തീറ്റ ദെൻ സൈൻ 45ൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ സൈൻ 60 0.866 വരും. അപ്പോൾ T1 ഇൻറ്റു 0.866 പ്ലസ് T2 ഇൻറ്റു സൈൻ 45 0.707 ഈസ് ഈക്വൽ ടു 1000. ഇതൊരു ഇക്വേഷൻ ആയിട്ടുണ്ട്. മറ്റൊരു ഇക്വേഷൻ എന്തായിരുന്നു, T1 ഇൻറ്റു cos 60 ഈക്വൽ ടു T2 ഇൻറ്റു cos 45 എന്ന് പറയുമ്പോൾ T1 ഇൻറ്റു 0.5 ഈക്വൽ ടു 0.707 ഇൻറ്റു T2 എന്ന് വരും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ 0.5 ഇട്ട് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് 0.707 ഇസ് ഈക്വൽ ടു ഇൻറ്റു T2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് 0.866 ദെൻ 0.707 ഈക്വൽ ടു 1000. അടുത്തത് 0.5 മൈനസ് 0.707 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് T1 വരുന്നത് T1 ഈസ് ഈക്വൽ ടു 732.06 ന്യൂട്ടൺ. ദെൻ T2ൻ്റെ വാല്യൂ 517.72. അപ്പോൾ 517.72. അപ്പോൾ നേരത്തെ ആംഗിൾ എന്താണ്, കാൽക്കുലേഷനിൽ എന്ത് തെറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അത് ജസ്റ്റ് കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ നമുക്ക് രണ്ട് ടെൻഷനും കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടെൻഷനാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ T1 732.06 ന്യൂട്ടനും ദെൻ T2 വരുന്നത് 517.72 ന്യൂട്ടനുമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മൾ 4 പ്രോബ്ലംസാണ് ഈ ഒരു വീഡിയോനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. ബാക്കി പ്രോബ്ലംസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ റിമൈനിങ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.